ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗിഡ്കി എന്നതിൻ്റെ ഒരു കഥ വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ലഘുകഥയാണ് കേട്ടോ. ഗിഡ്കി എന്നാൽ ജനല എന്നാണ് അർത്ഥം. അപ്പോൾ ജനലയുടെ അപ്പുറത്തുള്ള കാഴ്ചകൾ കണ്ട് സ്വന്തം പാസ്റ്റ് ഓർക്കുന്ന ഒരു ആളുടെ കഥയാണിത്. അപ്പോൾ ഇവിടെ ഒരു ട്രെയിനിൻ്റെ പിക്ചറാണ് കാണുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ ഒരു ഫാമിലിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും അവർ യാത്ര പോവുകയാണ്. അവർ പോകുന്നത് ഹോഷിയാർപൂർ എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവർ എന്തിനാണ് പോകുന്നത്? ഒരു കല്യാണത്തിനാണ് പോകുന്നത്. ഇവരുടെ വീട് ഡൽഹിയിലാണ്, അതായത് ദില്ലിയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് ഹോഷിയാർപൂരിലേക്ക് എത്താൻ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കുറച്ച് ഷാളുകളായിട്ട് പല നിറത്തിലുള്ള ഷോളുകളായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വിൽക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരും. അങ്ങനെ ആ സ്ത്രീ വന്നപ്പോൾ ആ സ്ത്രീ ഇവരുടെ ഭാര്യയോട് ഈ ഷാള് നല്ല ഷാളാണ്, എടുക്കൂ ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്തു? ഒരുപാട് പൈസ കുറച്ചിട്ട് ഇങ്ങനെ വില പേശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഷാളിൻ്റെ വില ഒരെണ്ണത്തിന് 200 എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ വൈഫ് 100 രൂപയ്ക്ക് തരാൻ പറയാണ്. അപ്പോൾ പറഞ്ഞു കൂടുതൽ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയ്ക്ക് കുറയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് 100 എന്നുള്ളവർ 150 തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് പറയുമ്പോഴേക്കും അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ത്രീ 5 ഷോൾ എടുക്കുന്നു. അപ്പോൾ 5 ഷോളിനും കൂടിയിട്ട് എത്രയാണ്? 750 രൂപ കൊടുക്കുന്നു. അങ്ങനെ ഈ സ്ത്രീ പോയതിന് ശേഷം ഈ അമ്മ, അതായത് ഇയാളുടെ വൈഫ് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് പണിയെ കാണിച്ച്, ഒന്നും കൂടി വില പേശാമായിരുന്നു. കാരണം ഒറ്റ തവണ പറയുമ്പോഴേക്കും 150 എന്ന് പറയുമ്പോൾ തന്നെ അത് സമ്മതിച്ചു. അപ്പോൾ ഒന്നും കൂടി ശ്രമിച്ചെങ്കിൽ എനിക്കൊരു 100 രൂപയ്ക്കൊക്കെ കിട്ടിയായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ അച്ഛൻ, ഈ പിതാവ് ആ ജനലയുടെ അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി കാഴ്ചകൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് സ്വന്തം പാസ്റ്റ്, സ്വന്തം ജീവിതത്തിൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതുപോലെ ട്രെയിനിൽ ഇതുപോലെ നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ക്ഷീണിച്ച് വന്നതും അദ്ദേഹത്തിൻ്റെ ക്ഷീണവുമൊക്കെ ഇപ്പോൾ പിതാവിന് ഓർമ്മ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്റ്റോറി. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ, അർത്ഥം അറിയുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം.